ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാവുന്ന ഫിഷ് കട്ട്ലറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫിഷ് കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഫിഷ് കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാവും. അതും കൂടെ ചേർത്ത് സവാള നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുമ്പോൾ ആദ്യമേ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീടാണ് കട്ട്ലറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അപ്പം എരിവൊക്കെ നമ്മൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം തീ ഒരു ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം പൊടികളൊക്കെ നന്നായിട്ട് ഇളക്കി ഒരു 10-15 സെക്കൻഡ് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം മീൻ നന്നായിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം മുള്ളൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് പിച്ചി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മീൻ ഏത് വേണമെങ്കിലും ഈ ഒരു ഫിഷ് കട്ട്ലറ്റിന് വേണ്ടി എടുക്കാം. എന്നിട്ട് മീൻ ചേർത്തതിന് ശേഷം നമ്മൾ ചേർത്ത മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് ആ മീനെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നന്നായിട്ട് 2 വിസിൽ വരെ വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ നമുക്ക് ഈ കട്ട്ലറ്റൊക്കെ നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ഉടച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരോടെ ചേർക്കാം. അപ്പം ആ മീനിൻ്റെയൊക്കെ ഒരു ഉളുമ്പ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കുന്നത്. നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ഷേപ്പൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട്ലറ്റിൻ്റെ മിക്സ് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം കുറച്ച് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ. അപ്പം ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നുകൂടെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടും. അതുവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം കട്ട്ലറ്റിനുള്ള മിക്സ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് ക്രംസിന് വേണ്ടി ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടെ വേണം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് കട്ട്ലറ്റിനുള്ള മിക്സിൽ നിന്ന് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള മിക്സ് ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ ഒക്കെ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓവൽ ഷേപ്പിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് അതും കൂടെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസ് എടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണയിലിടുമ്പോൾ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് പോകത്തില്ല. ഇതിപ്പം ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് ഫിഷ് കട്ട്ലറ്റ്. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത ഫിഷ് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്യാൻ. കാരണം നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒത്തിരി പൊട്ടിയൊന്നും പോകാതെ നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്.
അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നെക്സ്റ്റ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്